നമ്മുടെ വിഴിഞ്ഞത്തെ പള്ളിയാണ് കേട്ടോ അത്. വിഴിഞ്ഞം പള്ളിയാണ് കേട്ടോ. നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ കുറേ ഉണ്ട്, പള്ളികൾ കുറേ ഉണ്ട്. ഇവിടെ ഇപ്പം ഓഫ് ടൈമാണ്. ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഈ പകൽ സമയത്തൊക്കെ ഇവിടെ ആളുകൾ വരില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ആൾക്കാർ നിറയും കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാർ ഭയങ്കരമായിട്ട് നിറയുന്ന സ്ഥലമാണ്. ഒരു 5:30-6 മണി തൊട്ട് രാത്രി 10 മണി 11 മണി വരെ 12 മണി വരെയൊക്കെ ഫുള്ള് ആൾക്കാരായിരിക്കും ഇവിടെ. കയറി വരാണ്ടോ കടല്. പാറക്കൂട്ടത്തിന്റെ 8 കളിയാണ് മൊത്തം. ഈ സൈഡിലോട്ടൊന്നും ബോട്ടുകൾ ഈ ഭാഗത്തൊന്നും വള്ളങ്ങൾ അടിപ്പിക്കില്ല. വള്ളങ്ങളെല്ലാം അങ്ങോട്ട് ദൂരോട്ടോ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പിന്നെ പാറ കയറി ഇത് അടിച്ച് പൊട്ടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ദൂരെ കൂടിയേ പോകുള്ളൂ. ഈ ഭാഗത്തൊന്നും അതിഭയങ്കരമായിട്ടുള്ള ഒരു വ്യൂ ആട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് ആണിത് അല്ലേ? നല്ല വ്യൂ പോയിന്റ് എന്ന് പറയാനാണ് ഈ പോയിന്റ്. ആ പാറയുടെ മേളിലേക്ക് വെള്ളം അടിച്ച് കയറുന്നുണ്ട്. ആ ടവറല്ലേ, വാച്ച് ടവറല്ലേ, വാച്ച് ടവർ, ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസ് ആണിത്. ബീച്ച് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാ ആളുകൾ ബീച്ച് ക്ലീൻ ചെയ്യാം. ഇവിടെ ചേച്ചിമാരുന്ന് ബീച്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഞങ്ങൾ കണ്ട വിഴിഞ്ഞത് ഇപ്പം മേൽഭാഗത്ത് നിന്നു. അവിടെ പള്ളിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മീനൊക്കെ മേടിച്ചത് ഇങ്ങനെ വന്നു. അതുകൊണ്ട് അവിടെ ഒരു ബോട്ട് പോകണുണ്ടോ. ബോട്ട് കൊണ്ടൊക്കെ കടലിൻ്റെ ഉള്ളിൽ കൂടി ക്രോസ് ചെയ്തിട്ട് ഇത് ബോട്ട് അവിടെ ക്രോസ് ചെയ്ത് പോകണുണ്ടോ. തിരയെ ക്രോസ് ചെയ്തിട്ട് കുഞ്ഞൊരു വഞ്ചി പോകണുണ്ടോ. ബോട്ട് അവിടെ റൗണ്ടിങ്ങിന് പോകണ്ട. അവിടെ റൗണ്ടിങ്ങിന് പോകണ്ടേ കാണാൻ നമുക്ക്. അത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടിങ്ങിന് റൗണ്ടിങ്ങിന് പോകണം. അവിടെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ രാവിലെ ഈ നേരത്തൊക്കെ അവർ ജസ്റ്റ് ആൾക്കാർ വന്ന് പോയി കാണാൻ വേണ്ടിയിട്ട്. സ്ഥലം വിഴിഞ്ഞത്താണ് കേട്ടോ. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് കണ്ടോ. വീണ്ടും റൗണ്ട്സിൽ പോയിട്ട് തന്നെ അവനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ ഉള്ളിൽ കുറേ വള്ളങ്ങളുണ്ട്. ഈ കറുത്ത് കാണുന്ന സാധനങ്ങളൊക്കെ ഉള്ളിൽ ബോട്ടുകളാണ്. എന്താ വിഴിഞ്ഞത്തുള്ള ഇന്നത്തെ കാഴ്ചകളാണ് കാണുന്നത്. ശരിക്കും ആൾക്കാരാണെന്നുള്ളത് ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടോ. മീൻ വാങ്ങാനുള്ള വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര തിരക്കും ഇതാണ്. വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ബോട്ടൊക്കെ കിടക്കുന്നതാണ്. ഫിഷിംഗ് ബോട്ടും ട്രെഞ്ചിങ് ബോട്ടിന്റെ ബാക്കി ഫുള്ള് വീട് അപ്പുറത്തേക്ക് കംപ്ലീറ്റ് ചവറൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നത് അവിടെയുള്ള നാട്ടുകാർ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഇതെല്ലാം കൂടെ തട്ടി കഴിഞ്ഞാൽ നാശപ്പെട്ടതായിരിക്കും. ഇതെല്ലാം നാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ചേർന്നാണ് ഈ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. എല്ലാ മാലിന്യങ്ങളും കൊണ്ട് തള്ളുന്നത് ഇവിടെ മൊത്തം കടലിലേക്ക് പോകാൻ കടലടിച്ച് വീണ്ടും കരയൊക്കെ എന്തുമാത്രം വേസ്റ്റാണ്. ശരിക്കും വേസ്റ്റാണ്. സൈഡുകളിലൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റ്. ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. പലയിടത്തുനിന്നും എല്ലാ ഫുഡ് എല്ലാ വേസ്റ്റും ഇവിടെ ഉണ്ടല്ലോ. എന്നാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും
അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകണം. സപ്പോർട്ട് നമുക്കുണ്ടാകണം. എല്ലാവരും കാണുന്ന ഓർത്ത് തന്നെ ഒരേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ വീഡിയോകൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഓക്കെ. ബോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെറിയൊരു